ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപോർട്ടിൻ്റെ 8ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീനിവാസൻ. അപ്പോൾ എന്താണ് നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, എനിക്ക് ചോദിക്കും എന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വാർത്താലേഖനം, ഒരു വാർത്ത എഴുതാൻ തരത്തിലുള്ള ചോദിക്കാൻ സാധ്യതയുണ്ട്. 4 മാർക്കിനൊക്കെ ലഘു ഉപന്യാസം പോലെയൊക്കെ, അല്ലെങ്കിൽ ഒരു ഉപന്യാസം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു വാർത്ത എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഇവിടെ അതിൽ സൂചനകൾ കൊടുക്കും. ആ സൂചനകൾ വെച്ചിട്ടാണ് നമ്മൾ വാർത്ത എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെ എന്താണ് വാർത്ത? രാജ്യസ്തരീയ സ്കൂൾ കലോത്സവ കലാകിരീടം തൃശ്ശൂർ മണ്ഡലേന സ്വായത്തീകൃതം. രാജ്യസ്തരീയമായിട്ടുള്ള, അതായത് സ്റ്റേറ്റ് കലോത്സവം, ആ കലോത്സവത്തിൽ കലാകിരീടം തൃശ്ശൂർ ജില്ല നേടി എന്നതാണ് വാർത്ത. അപ്പോൾ ആ വാർത്തയെ പറ്റി നമ്മളൊരു ഇലാബറേറ്റഡ് ന്യൂസ് ഉണ്ടാക്കണം. ഇങ്ങനെയാണ് തിരുവനന്തപുരത്താണ് നടക്കുന്നത്. അപ്പോൾ പഞ്ചദിവസ പര്യന്തം അനന്തപുരി നഗരം കലാപ്രകടനൈഹി സന്ദീപ്യ കൗമാരകലായാഹ യവനിക പതിത. അപ്പോൾ എന്താണ്, 5 ദിവസം തിരുവനന്തപുരം നഗരത്തിൽ കലാകാരന്മാരുടെ പ്രകടനം എല്ലാം കഴിഞ്ഞ് തിരശ്ശീല വീണിരിക്കുകയാണ്. അന്തിമ നിമേഷം യാവത് ആകാംക്ഷാം പൂരയിത്വ തൃശ്ശൂർ മണ്ഡലേന കലാകിരീടം സ്വായത്തീകൃതം. അവസാന നിമിഷം വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തൃശ്ശൂർ കലാകിരീടം നേടി. 23 സംവത്സരാനന്തരമേവ തൃശ്ശൂർ പുനഃ വിജയകിരീടം അവാപ. 23 വർഷങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂർ വീണ്ടും വിജയകിരീടം നേടുന്നത്. പൂർവം 1994, 1999 വത്സരയോഹോ മണ്ഡലേന അനേന പ്രഥമ സ്ഥാനം അവാപ്തം. 94-ലും 99-ലുമാണ് ഇതിനു മുന്നേ അവർക്ക് 1ാം സ്ഥാനം ലഭിച്ചിരുന്നത്. പാലക്കാട് മണ്ഡലേന സഹ അനുനിമിഷം പ്രതിയോധ്യ ഏകമംഗം അധികമവാപ്യ തൃശ്ശൂർ മണ്ഡലം വിജയകിരീടം അധാരയത്. പാലക്കാട് ജില്ലയുടെ കൂടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് ശേഷം 1 പോയിന്റിന് ആണ് തൃശ്ശൂർ മണ്ഡലം വിജയിച്ചത്. സംസ്കൃതോത്സവേ 15 അംഗാൻ അവാപ്യ മലപ്പുറം പാലക്കാട് കാസർഗോഡ് മണ്ഡലാനി പ്രഥമ സ്ഥാനം പ്രാപ്നുവൻ. സംസ്കൃതോത്സവത്തിൽ 15 പോയിന്റ് നേടി മലപ്പുറം, പാലക്കാട്, കാസർഗോഡ് എന്നീ ജില്ലകൾ 1ാം സ്ഥാനം നേടി. അപ്പം ഇങ്ങനെയാണ് ഒരു വാർത്താലേഖനം എഴുതേണ്ടത്. അടുത്തത് ദൈനികീ രചനയാണ്. യാത്രാമധികൃത്യ ദൈനികീ രചന. ദൈനികി എന്ന് പറഞ്ഞാൽ ഡയറിയാണ്. ഡയറി എഴുതാൻ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാകും. ഇവിടെ ആദ്യം നമ്മളെന്താണ്, ഡയറി എഴുതുമ്പോൾ ആദ്യം ഡേറ്റ് എഴുതണം, ദിവസം എഴുതണം. നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റും ഇഷ്ടമുള്ള ദിവസവും എഴുതാം. നിങ്ങൾ എവിടെയെങ്കിലും പോയ ഒരു യാത്രയെ പറ്റി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അദ്യവയം 30 ഛാത്രാः 5 അധ്യാപകൈः 3 അധ്യാപികാഭിः സഹ ഏകദിന പഠനയാത്രയായി അനന്തപുരീതः പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം പ്രതി അഗച്ഛാമः. എന്നാണ്, ഇന്ന് ഞങ്ങൾ 5 അധ്യാപകരും 30 കുട്ടികളും ഒരു ദിവസത്തെ പഠനയാത്രയ്ക്കായിട്ട് തിരുവനന്തപുരത്തെ പൊന്മുടിയിൽ വന്നു, വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വന്നു. പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയി നിർത്തും. സർവേ അത്യന്തം ഉല്ലാസവന്തഃ ആസൻ. എല്ലാവരും അത്യധികമായി ഉല്ലാസത്തോടു കൂടിയവരായിരുന്നു. പ്രഭാതേ 8:30 യാത്ര ആരബ്ധ. രാവിലെ 8 മണിക്ക് യാത്ര ആരംഭിച്ചു. യാനേ സർവേ ഛാത്രാः അധ്യാപകാശ്ച ഗാനം അനുസൃത്യ നൃത്തം അകുർവൻ. വണ്ടിയിൽ എല്ലാ അധ്യാപകരും കുട്ടികളുമെല്ലാം ഗാനത്തിനനുസരിച്ച് നൃത്തം ചെയ്തു. കിഞ്ചിത് സമയാനന്തരം മാർഗമധ്യേ പ്രഭാത ഭക്ഷണം കൃത്വ പാദോന്ന ദശവാദനെ പൊന്മുടിയും പ്രാപ്തവന്തഃ. പോകുന്ന വഴിക്ക് പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് പാദോന്ന ദശവാദനെ 9:45 പൊന്മുടി എത്തി. നഗരപ്രാന്തേ ഏവ ശാന്തഃ പ്രകൃതിസുന്ദരഃ ച പൊന്മുടി പ്രദേശഃ വർത്തത്തെ. നഗരപ്രാന്തത്തിൽ തന്നെയാണ് ശാന്തമായിട്ടുള്ള പ്രകൃതിസുന്ദരമായ പൊന്മുടിയുള്ളത്. അസ്യ സൗന്ദര്യം അസ്മാകം മനസ്സി അതീവ സന്തോഷം അജനേത്. എന്താണ്, ഇതിൻ്റെ സൗന്ദര്യം ഞങ്ങൾക്ക് എന്താണ്, അതീവ സന്തോഷമുണ്ടാക്കി. ഉന്നതാः പ്രദേശാः ശീതപവനः ഹരിതാഭ ഗിരിപ്രദേശാത് ഉദ്ഭൂതः കല്ലാർ നദി തസ്യാः സമതലः ച അസ്മഭ്യം സ്വാഗതം വ്യാജഗൃഹു. എന്താണ്, അപ്പോൾ അവിടുത്തെ പ്രകൃതി, കല്ലാർ നദി, അവിടുത്തെ അന്തരീക്ഷമെല്ലാം ഞങ്ങളെ സ്വാഗതം ചെയ്തു, സ്വീകരിച്ചു. അപ്പോൾ ഇത്തരത്തിൽ എന്നിട്ട് എന്താണ്, അവസാനം എന്താണ്, ഈ യാത്ര വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ ഇത്ര മണിക്ക് ഭക്ഷണം കഴിച്ചു, ഇത്ര സമയത്ത് ഞങ്ങൾ തിരിച്ചു വന്നു, ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ യാത്ര വളരെ മനോഹരമായിരുന്നു. ഇത്തരത്തിൽ എന്താണ്, ഒരു ദൈനികീ രചന നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ അത് എഴുതണം. ഓക്കെ. അടുത്തത് ലകാര പരിവർത്തനമാണ്. ലട്ട് ലകാരം നിന്നിട്ട് ലങ്ങിലേക്കോ അല്ലെങ്കിൽ ലങ് നിന്നിട്ട് ലട്ടിലേക്കോ ഒക്കെ മാറ്റാൻ പറയും. ലട്ട് ലകാരം എന്ന് പറഞ്ഞാൽ വർത്തമാനകാലമാണ്, പ്രസന്റ് ടെൻസ് ആണ്. ലങ് ലകാരം എന്ന് പറഞ്ഞാൽ ഭൂതകാലമാണ്, പാസ്റ്റ് ആണ്. അപ്പം എങ്ങനെയാണ് ഇവിടെ അരുണിമ ഗീതം അഗായത്. അപ്പം അരുണിമ ഗീതം ഗായതി, എന്തിന് നമ്മളെന്താണ്, ഗീതം അഗായത്. അതേപോലെ ധാവതി അധാവത്, ചാലയതി അചാലയത്, ദദതി അദദാദ്. അപ്പം ഇത്തരത്തിൽ ദദാതി അദദാദ്. അപ്പം ഇത്തരത്തിൽ എന്താണ്, ലകാര പരിവർത്തനം ചെയ്ത് എഴുതാനുള്ള ചോദ്യം മക്കളെ പരീക്ഷയ്ക്ക് ഉണ്ടാകും.
അടുത്തത് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിയാം, കൃദ്വാന്തം ല്യബന്ധ തുമുനന്തങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. അത് ഈ പരീക്ഷയ്ക്കും ഉണ്ടാകും. കൃദ്വാന്തം ല്യബന്ധം തുമുനന്തം എടുത്ത് എഴുതാനുള്ള ചോദ്യം. അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? അപ്പോൾ ത്വാ 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 എന്ന് വരുന്നതായിരിക്കും മോസ്റ്റ്ലി കൃദ്വാന്തങ്ങൾ. ഗൃഹീത്വ, ദൃഷ്ട്വ, ഭുക്ത്വ, ഗത്വ, ആഗത്വ, ശ്രുത്വ എന്നൊക്കെ. ഇനി ല്യബന്ധം എങ്ങനെയായിരിക്കും? പ്രക്ഷാള്യ, ആഗമ്യ, നിപീയ, വിദാര്യ, ഏകീഭൂയ, ആഗത്യ, അപഹൃത്യ ഒക്കെ യാ വരുന്നതായിരിക്കും കൂടുതൽ ല്യബന്ധമായിട്ട് വരിക. തുമുനന്തം ഏതാണ്? സ്ഥാപയിത്തും, കർത്തും, സോഢും, ജേതും, ഭോക്തും, ഗന്തും, ആഗന്തും, ഉപവേഷ്ടും ഇതൊക്കെ തുമുനന്തമായിരിക്കും. ഓക്കെ. അടുത്തത് യഥാ തഥാ. ഈ യഥാ തഥാ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? യഥാ എപ്പോഴാണോ, തഥാ അപ്പോൾ എന്ന മീനിങ് ആണ് യഥാ തഥാ. അപ്പോൾ യഥാ തഥാ ഉപയോഗിച്ചിട്ട് എന്താണ് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാകും. വാക്യദ്വയം യഥാ തഥാ ഉപയോഗിച്ച് പരിവർത്തേത. യഥാ രോഗഃ ജായതേ തഥാ ആതുരാലയം പ്രവിശതി. അപ്പോൾ ഇതെങ്ങനെ ചോദിക്കുക? രണ്ടായിട്ടാണ് ചോദിക്കുക. രോഗഃ ജായതേ ആതുരാലയം പ്രവിശതി. യഥാ രോഗഃ ജായതേ തഥാ ആതുരാലയം പ്രവിശതി. എപ്പോഴാണ് രോഗം വരുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കും. കാലഃ ഗച്ഛതി പരിണാമഃ സംഭവതി. കാലം പോകുന്നു, പരിണാമം സംഭവിക്കുന്നു. യഥാ കാലഃ ഗച്ഛതി തഥാ പരിണാമഃ സംഭവതി. എപ്പോഴാണോ കാലം പോകുന്നത് അപ്പോൾ പരിണാമം സംഭവിക്കുന്നു. ഇപ്പം ഇത്തരത്തിൽ യഥാ തഥാ ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ എഴുതാൻ ഉണ്ടാവും മക്കളെ, ഉറപ്പാണ്. അടുത്തത് അധോദത്തേഭ്യഃ ഭിന്നം ഗണം ചിത്വാ ലിഖിത. ഇത്തരത്തിലുള്ള ചോദ്യം ഉണ്ടാവും. ഭിന്നം ഗണം, ഭിന്നമായിട്ടുള്ള ഗണം. ഇതിലെങ്ങനെയാ വെച്ചാൽ 4 ക്വസ്റ്റ്യൻ തരും. അതിൽ ഓരോ ഓപ്ഷൻ മാത്രമായിരിക്കും കറക്റ്റായിട്ടുള്ള മീനിങ്, ബാക്കി 3 തെറ്റായ മീനിങ് ആയിരിക്കും. ഇപ്പോൾ നോക്കൂ, ഇവിടെ അവനിഹി ഭൂമിഹി, രജനി രാത്രിഹി, കൃഷകഃ പയോധഃ, ദീപവതിഹി സൂര്യഃ. ഇതിൽ ഭിന്നമായിട്ടുള്ള ഗണമാണ്. 2 തരത്തിൽ ചോദിക്കാം. ചിലപ്പോൾ 3 തെറ്റ് 1 ശരിയായിട്ട് ചോദിക്കാം. ചിലപ്പോൾ 3 ശരി 1 തെറ്റായിട്ട് ചോദിക്കും. അതാ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ഉണ്ടാവും. ഇവിടെ ഭിന്നമായിട്ടുള്ള ഗണമാണ് എടുത്തെഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ശുദ്ധമായിട്ടുള്ള ഗണം എടുത്തെഴുതാൻ ചോദിക്കും. ശുദ്ധമായിട്ടുള്ള ഗണം എടുത്തെഴുതാൻ ചോദിക്കുമ്പോൾ 3 തെറ്റും 1 ശരിയുമായിരിക്കും. ഇവിടെ ഭിന്നമായിട്ടുള്ള ഗണമാണ് എടുത്തെഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ 3 ശരിയാണ്, 1 തെറ്റാണ്. അവനിഹി ഭൂമിഹി ശരിയാണ്, രജനി രാത്രിഹി ശരിയാണ്, ദീപവതിഹി സൂര്യഃ ശരിയാണ്, കൃഷകഃ പയോധഃ തെറ്റാണ്. കൃഷകഃ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ, പയോധഃ എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ് അർത്ഥം. അപ്പോൾ അതാണ് ഇതിൽ ആൻസറായിട്ട് വരുന്നത്. കർത്തരി കർമ്മണി പ്രയോഗാൻ വിവിച്യ മാതൃകാനുസാരം ലിഖതു. ഇപ്പം ഇത്തരത്തിൽ ചോദിക്കാം. കർത്തരി കർമ്മണി പ്രയോഗം മാറ്റി എഴുതാൻ. അപ്പം അലീന കവിതാം പഠതി, അലീനയാ കവിതാ പഠ്യതേ. അനുജഃ പാഠം ലിഖതി, അനുജേന പാഠഃ ലിഖ്യതേ. അലീന പറഞ്ഞു ബാലഃ വിദ്യാലയം ഗച്ഛതി, ബാലേന വിദ്യാലയഃ ഗമ്യതേ. അപ്പം ഇത്തരത്തിൽ കർത്തരി കർമ്മണി പ്രയോഗത്തെ പറ്റി ആസ്പദമാക്കിയിട്ട് ഉദാഹരണം തന്നിട്ട് ഇതേപോലെ 2 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ഗ്രന്ഥകാരന്മാരും അവരുടെ ഗ്രന്ഥങ്ങളുമാണ്. അതേപോലെ പഞ്ചമഹാകാവ്യങ്ങൾ, ഇതിനെപ്പറ്റിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. സുബന്ധു, വാസവദത്ത, ദണ്ഡി, ദശകുമാരചരിതം, ബാണഭട്ടഃ, കാദംബരി, ഹർഷചരിതം ഇതാണ് അവരെഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ. പഞ്ചമഹാകാവ്യങ്ങളിൽ രഘുവംശം കുമാരസംഭവം കാളിദാസരാണ്, കിരാതാർജുനീയം ഭാരവിയാണ്, ശിശുപാലവധം മാഘനാണ്, നൈഷധീയ ചരിതം ശ്രീഹർഷനാണ്. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യവും പഞ്ചമഹാകാവ്യങ്ങളെക്കുറിച്ചിട്ടും ഗ്രന്ഥങ്ങളെക്കുറിച്ചിട്ടും ഗ്രന്ഥകാരന്മാരെക്കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് കഥാപാത്ര നിരൂപണമാണ്. കഥാപാത്ര നിരൂപണത്തിൽ നിങ്ങൾക്ക് ധീരോദൂതഃ എന്ന പാഠത്തെ ആസ്പദമാക്കിയിട്ടാണ് കഥാപാത്ര നിരൂപണം ചോദിക്കാൻ സാധ്യത. അതിൽ ഘടോത്കചനെ പറ്റിയിട്ടാണ് കഥാപാത്ര നിരൂപണം ചോദിക്കുക. ആ കഥാപാത്ര നിരൂപണമാണ് ഇതാ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. പാഠേ അസ്മിൻ കഥാപാത്രാണി തു ഘടോത്കചഃ, ധൃതരാഷ്ട്രഃ, ദുര്യോധനഃ, ശകുനിഃ, ദുശാസനഃ ച സന്തി. പാഠേ അസ്മിന് പകരം ധീരോദൂതഃ നാമ പാഠേ, അല്ലെ ധീരോദൂതഃ നാമ അസ്മിൻ പാഠേ, അല്ലെങ്കിൽ പാഠേ അസ്മിൻ കഥാപാത്രങ്ങൾ ഇവരൊക്കെയാണ്. ഏതേഷാം സ്വഭാവവിശേഷതാം അധികൃത്യ പാഠഭാഗാത് അവഗന്തും ശക്യതേ. ഇവരുടെ സ്വഭാവങ്ങളെ പറ്റി നമുക്ക് പാഠഭാഗത്തു നിന്നും അറിയാൻ സാധിക്കും. അത്ര മാതൃകാരൂപേണ ഘടോത്കചസ്യ സ്വാഭിമാന രൂപണം ദീയതേ. ഇവിടെ മാതൃക അനുസരിച്ചിട്ട് എന്താണ് പറയുക, സ്വഭാവ നിരൂപണം ദീയതേ. ഘടോത്കചന്റെ സ്വഭാവം ഇവിടെ നിരൂപണം ചെയ്യുന്നു. ഇത് നിങ്ങൾ എഴുതണമെന്നില്ല. നിങ്ങൾ ഇത് മുതൽ ഈ 2ാമത്തെ പാരഗ്രാഫ് മുതൽ ഇത് നിങ്ങൾ എഴുതേണ്ട കാര്യം ഇല്ല. ഇത് മുതലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇത് മുതൽ നിങ്ങൾ എഴുതുക. ഓക്കെ. ഭാസവിരചിതം ഏകാംഗ നാടകം ഭവതി ദൂതഘടോത്കജം. ഭാസർ എഴുതിയിട്ടുള്ള ഏകാംഗ നാടകമാണ് ദൂതഘടോത്കജം. തസ്മാത് ഉദ്ധൃതഃ ഭാഗ ഏവ ധീരോദൂതഃ ഇത് പാഠഭാഗഃ. അതിൽ നിന്നും എടുത്തിട്ടുള്ള ഭാഗമാണ് ധീരോദൂതൻ എന്ന പാഠഭാഗം. നാടകസ്യാസ്യ പ്രധാന കഥാപാത്രം ഭവതി ഘടോത്കജഃ. നാടകത്തിന്റെ പ്രധാന കഥാപാത്രമാണ് ആര്? ഘടോത്കജൻ. സഹ ഭീമസേനസ്യ ഹിഡിംബായാം ജാതഃ പുത്രഃ ഭവതി. അദ്ദേഹം ഭീമസേനന് ഹിഡിംബയിൽ ഉണ്ടായ പുത്രനാണ്.
നാടകസ്യാസ്യ പ്രധാന കഥാപാത്രം ഭവതി ഘടോത്കജഃ. ഈ നാടകത്തിന്റെ പ്രധാന കഥാപാത്രമാണ് ആര്? ഘടോത്കജൻ. സഹ ഭീമസേനസ്യ ഇത് പറഞ്ഞു അല്ലേ. വനാന്തേ മാത്രാ സഹ വസൻ, കാട്ടിൽ അമ്മയുടെ കൂടെ വസൻ സഹ പാണ്ഡവ കൗരവ യുദ്ധേ പാണ്ഡവപക്ഷേ യോദ്ധും ഉത്സുകഃ ഭവതി. കാട്ടിൽ അമ്മയോട് കൂടെ വസിച്ച അവൻ പാണ്ഡവ കൗരവ യുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവന്മാരുടെ കൂടെ നിൽക്കാൻ താല്പര്യം ആയിരുന്നു അദ്ദേഹത്തിന്. മാത്ര പോഷിതോപി അസ്യ പിതരി സ്നേഹ ആദരഹ ച വർത്തതെ. അമ്മയാണ് വളർത്തിയതെങ്കിലും അച്ഛനോടുള്ള ആദരവും ബഹുമാനവും ഭക്തിയും ഒക്കെ അവനുണ്ട്. പാണ്ഡവാനാം വിജയാർത്ഥം പ്രാണാൻ പരിത്യക്തുമപി സിദ്ധ സഹ. പാണ്ഡവന്മാരുടെ വിജയത്തിന് പ്രാണൻ പോലും ത്യജിക്കാൻ തയ്യാറായ അവൻ അർജുനപുത്രസ്യ അഭിമന്യോഹോ പ്രാണനഷ്ടേ മഹത് ദുഃഖം അനുഭവതി. അർജുനപുത്രനായ അഭിമന്യുവിടെ മരണത്തിൽ അത്യധികമായിട്ടുള്ള ദുഃഖം ഘടോത്കജനുണ്ട്. യദ്യപി വനൗകാഹ സഹ, എന്തൊക്കെയായാലും കാട്ടിൽ വസിക്കുന്നവനായിരുന്നാൽ പോലും നീതിബോധയുക്ത, അവൻ നീതിബോധത്തോട് കൂടിയവനാണ്, ആജ്ഞാനുവർത്തിയാണ്, ആജ്ഞയെ അനുവർത്തിക്കുന്നവനാണ്, അർപ്പിത ചിത്ത, നല്ല എന്താ പറയുക, ഡെഡിക്കേറ്റഡ് പേഴ്സൺ ആണ്, ഡെഡിക്കേറ്റഡ് മൈൻഡാണ്, എല്ലാം അർപ്പണഭാവത്തോടു കൂടി ചെയ്യുന്ന ആളാണ്. ശ്രീകൃഷ്ണന് ദൂതത്വേന നിയുക്ത ഘടോത്കജ. ശ്രീകൃഷ്ണൻ ദൂതനായി നിയോഗിച്ച ഘടോത്കജൻ കൗരവഭവനെ ദൂതസ്യ ദായിത്വം ഉചിത രീതിയ നിർവഹതി. കൗരവരുടെ ഭവനത്തിൽ പോയിട്ട് ദൂതൻ ചെയ്യേണ്ട കടമ എന്താണോ അത് കൃത്യമായ രീതിയിൽ, ഉചിതമായ രീതിയിൽ തന്നെ നിർവഹിക്കുന്നുണ്ട്. സമം ച സ്വസ്യ പരാക്രമം ബാഹുബലം ച പ്രദർശയതി. കൂടെ തന്നെ അയാളുടെ പരാക്രമവും അയാളുടെ ബാഹുബലം, കൈയുടെ ബലവും എന്താണ് അയാൾ കാണിക്കുന്നുണ്ട്. നാടകസ്യാസ്യ നായകോയം ഭീമപുത്ര ധീരോദാത്ത ശക്ത വീരഹ ച ഭവതി. അപ്പം എന്താണ് നാടകസ്യാസ്യ നായകോയം, നാടകത്തിലെ നായകനായ ഈ ഭീമപുത്രനാണ്, ധീരോദാത്തനായ നായകനാണ്. 4 നായകന്മാരെ പറയുന്നുണ്ട്: ധീരോദാത്തൻ, ധീരപ്രശാന്തൻ, ധീരലളിതൻ, ധീരോദ്ധതൻ. 4 തരത്തിലുള്ള നായകന്മാരെയാണ് പറയുന്നത്. അതിൽ ഇദ്ദേഹമാണ് ധീരോദാത്ത നായകൻ. ധീരനുമാണ്, ഉദാത്തനുമാണ്. ശക്ത വീരഹ ച ഭവതി, അദ്ദേഹം ശക്തനുമാണ്, വീരനുമാണ്. അപ്പം ഇത്തരത്തിലാണ് കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. അടുത്തത് സംഖ്യയെ സംസ്കൃതത്തിൽ എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ, അതേപോലെ ന കേവലം അപീച്ച ഉപയോഗിച്ച് എഴുതേണ്ട ഒരു ചോദ്യം. ഇത്തരത്തിൽ 2 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. സംഖ്യാന മാമതോ ഗതിഹി ആണ്. സംഖ്യ നമ്മൾ എപ്പോഴും എന്താണ്, ഫ്രണ്ട് നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ സംഖ്യ പറയുക. ഇപ്പം ഇവിടെ 1924, ഇവിടെ 2 തരത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തേത് ഫോളോ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ രണ്ടാമത്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. അപ്പം എന്താണ് 24 എന്താ പറയുക, 25, ശരിക്കും പഞ്ചദശ 25 കേട്ടോ, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. 25, 1925. പഞ്ചദശാധിക 25 എന്താ പറയുക, പഞ്ചദശ, സോറി, ഇവിടെ 1915 കേട്ടോ, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. പഞ്ചദശ എന്ന് പറഞ്ഞാൽ എന്താ, 15 കേട്ടോ, 1915. അത് പ്രിന്റിംഗ് മിസ്റ്റേക്കാണ് കേട്ടോ, അടുത്ത ബുക്കിലെ പ്രശ്നമാണ്. 1915 പഞ്ചദശാധിക നവശതോത്തര സഹസ്രം. പഞ്ചദശ എന്ന് പറഞ്ഞാൽ എന്താ, 15. 15ഓട് കൂടി നവശത ഉത്തര സഹസ്രം, എന്താ പറയുക, 900 + 1000. അപ്പം അങ്ങനെ 1900 എന്നർത്ഥത്തിൽ 1915. പിന്നെയോ 1820 വിംശത്യധിക അഷ്ടശത ഉത്തര സഹസ്രം. അഷ്ടശത ഉത്തര സഹസ്രം 18, അത് 800, 1000, അങ്ങനെ 1800, അങ്ങനെയാണ് പറയുക. എന്താണ്, വിംശത്യധിക അഷ്ടശത ഉത്തര സഹസ്രം. പിന്നെ 2005 പഞ്ചാധിക ദ്വിസഹസ്രം. അതേപോലെ 2026 ഷഡ്വിംശത്യധിക ദ്വിസഹസ്രം. ഇങ്ങനെയും പറയാം. ഇനി 1915 എങ്ങനെയാണ്, പഞ്ചദശാധിക നവദശശതം എന്നും പറയാം. വിംശത്യധിക അഷ്ടാദശശതം എന്നും 1820 പറയാം. പഞ്ചാധിക വിംശതി ശതം എന്നും 2005 പറയാം. ഷഡ്വിംശത്യധിക വിംശതി ശതം എന്നും 2026 പറയാം. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ളത് അത്തരത്തിൽ നിങ്ങൾ എടുത്തെഴുതുക. അടുത്തത് ന കേവലം അപീച്ച ഉപയോഗിച്ച വാക്യ പരിവർത്തനം. ന കേവലം അപീച്ച എന്ന് വാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതാനാണ്, എന്ന് പദങ്ങൾ ഉപയോഗിച്ചിട്ട് വാക്യം നിർമ്മിക്കാനാണ്. ഗൗരി അഭിനേത്രി ഇതി പ്രസിദ്ധ, സ അധ്യാപിക ഇതി പ്രസിദ്ധ. ഗൗരി ന കേവലം അഭിനേത്രി അപീച്ച അധ്യാപക ഇതി പ്രസിദ്ധ. ഗൗരി കേവലം അഭിനേത്രി മാത്രമല്ല, അധ്യാപിക എന്ന രീതിയിലും പ്രസിദ്ധയാണ്. വാനരഹ ഫലം ഘാതതി, വാനരഹ ഓദനം ഘാതതി. വാനരഹ ന കേവലം ഫലം അപീച്ച ഓദനം ഘാതതി. വാനരൻ പഴം മാത്രമല്ല ചോറും കഴിക്കുന്നു എന്നർത്ഥം. ഇനി കഥാസ്തംഭ ക്രമീകരണം. കഥ ചിലപ്പോൾ ഡിസോർഡർ ആയിട്ട് തന്നിട്ട് നിങ്ങൾക്ക് അത് ഓർഡറിൽ
തരം നിങ്ങളുടെ ഓർഡറിൽ ആക്കാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് അറിയണമെങ്കിൽ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച ഒരു കുട്ടിക്ക് മാത്രമേ ഇത്തരത്തിൽ കഥാസ്തംഭം ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കഥ പറയുന്ന ഇപ്പോൾ നമ്മുടെ നികടസ്ഥ കഥ ഭഗവാൻ യേശുദേവന്റെ കഥയൊക്കെ അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ നിങ്ങൾക്ക് മിക്കവാറും ചോദിക്കാൻ സാധ്യത. ഇതും അത് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ കഥയുടെ സ്തംഭത്തെ തെറ്റായി തന്നിട്ട് നിങ്ങളോട് കറക്റ്റായിട്ട് ക്രമീകരിക്കാൻ ചോദിക്കും. അത്തരത്തിലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാവും. അടുത്തത് കൃതാകൃതവതു പ്രത്യാന്ത രൂപാണാം വിവേചനം. കൃതാകൃതവതു പ്രത്യയം വേർതിരിച്ചെഴുതാൻ പറയാം. ഇപ്പം എന്താണ്, കൃതാപ്രത്യയം വരുമ്പോൾ പുല്ലിംഗത്തിലാണെങ്കിൽ ഗതഃ, സ്ത്രീലിംഗത്തിലാണെങ്കിൽ ഗത, നപുംസകലിംഗത്തിലാണെങ്കിൽ ഗതം, ഇങ്ങനെയാണ് പറയുക. കൃതവതു പ്രത്യയം വരുമ്പോൾ എന്താണ്, പുല്ലിംഗത്തിലാണെങ്കിൽ ഗതവാൻ, സ്ത്രീലിംഗത്തിലാണെങ്കിൽ ഗതവതി, നപുംസകലിംഗത്തിലാണെങ്കിൽ ഗതവത്. ഇപ്പൊ ഗതഃ ആഗതഃ എന്ന് കൃതാപ്രത്യയത്തിൽ, കൃതവതുൽ എന്താണ്, പ്രസ്ഥിതവാൻ, ഗതവാൻ, പരിത്യക്തവന്തഃ, അത് ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, പരിത്യക്തവാൻ, പരിത്യക്തവന്തഃ. ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ എന്താണ്, പാരഗ്രാഫ് എന്നോ അല്ലെങ്കിൽ ഒരു ലൈൻ എന്നോ ഇതേപോലെ കൃതാപ്രത്യയം കൃതവതു പ്രത്യയം എടുത്തെഴുതാൻ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ സാധ്യതയുണ്ട്. അടുത്തത് ക്രിയാപദാനി ഉപയോഗിച്ച വാക്യം ലിഖതി. ക്രിയാപദം തന്നിട്ട് വാക്യം ലിഖിത എന്നൊരു ചോദ്യം തരും. ക്രിയാപദങ്ങൾ യാന്തി, ഛാത്രാഹ ഗ്രന്ഥാലയം യാന്തി, വിമുഞ്ചതി വിദ്യാർത്ഥി അലസതാം വിമുഞ്ചതി. പിന്നെയോ കുരുതേ പിതാ അന്നം പാകം കുരുതേ, ഭവതി ഇതം ലേഖനീ ഭവതി, കഥ്യത്തെ ഗദ്യപദ്യമയം കാവ്യം ചമ്പുഹു ഇതി കഥ്യത്തെ. ഇത്തരത്തിൽ എന്താണ്, ക്രിയാപദങ്ങളെ ആസ്പദമാക്കി സെന്റൻസ് മേക്കിംഗ്, പദനിർമ്മാണം ചെയ്യാനുള്ള അല്ലെങ്കിൽ വാക്യനിർമ്മാണം ചെയ്യാനുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും ഈ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തത് മൊത്തത്തിൽ ഒന്ന് പറയുകയാണ്, ഏതൊക്കെയാണ് ചോദിക്കാൻ സാധ്യത. സമാനാർത്ഥക പദം ചിത്വാ ലിഖിത. സമാനാർത്ഥക പദം എഴുതാൻ ചോദിക്കാം. ലട്ട് ലങ് ലകാരത്തിൽ പരിവർത്തനം ചെയ്ത് എഴുതാൻ ചോദിക്കാം. ഗദ്യം പഠിത്വ പദ്യം പഠിത്വ പ്രശ്നാൻ ഉത്തരത. ഗദ്യം പദ്യം പഠിച്ചിട്ട് ചോദ്യം എഴുതാൻ ചോദിക്കും. അതേപോലെ ഗദ്യക്രമം അല്ലെങ്കിൽ ശ്ലോകത്തിൻ്റെ അന്വയം ചോദിക്കും. അതേപോലെ പ്രാദേശിക ഭാഷായാം ലിഖിത, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ലേഷൻ 4 മാർക്കിന് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിന് ട്രാൻസ്ലേഷൻ ഉണ്ടാവും. അതേപോലെ പ്രസ്താവന പഠിത്വ പ്രശ്ന ഉത്തരത. പ്രസ്താവന പഠിച്ചിട്ട് ഏതാണ് ശരി തെറ്റ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പര്യാവരണ പ്രദൂഷണം നിരുദ്ധം കാര്യമസ്തി. പര്യാവരണത്തെ നശിപ്പിക്കൽ നിരുദ്ധമായ കാര്യമാണ്. വൃക്ഷരോപണം പ്രകൃതേഹേ ഹിതായ ഭവതി. വൃക്ഷരോപണം പ്രകൃതിക്ക് ഹിതമാണ്. ഇത് ഉഭയമഭി സാധു ആണ് ഇവിടെ ആൻസർ. എന്താണ്, ഇവിടെ രണ്ടും ശരിയാണ്. അപ്പം ഇത്തരത്തിൽ എന്താണ് ചോദ്യം ചോദിക്കാൻ, ഇത്തരത്തിലൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത. അപ്പം മക്കളെ നല്ലപോലെ പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കുക, അതിൽ ഉപേക്ഷ വിചാരിക്കരുത്. ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുക. അതേപോലെ വീണ്ടും പറയുന്നു, ശ്ലോകങ്ങൾ നല്ലോണം വായിക്കുക, അന്വയം വായിക്കുക, പഠിക്കുക, അതേപോലെ അതിൻ്റെ ഭാവാർത്ഥം പഠിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ചിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി, A+ കിട്ടാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്തേ.